അപ്പൊ നമുക്ക് നോക്കാല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പാ. മല കയറാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ? நாங்க காலையில 8 மணிக்கெல்லாம் இங்க வந்தா நோ வாட்டர் நோ ஃபுட் கம்ப்ளீட் லாஸ். സമയം ആരെ എപ്പോ മോളി കയറണമെന്ന് ആള് തീരുമാനിക്കും. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. ജാഥയെങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ, ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ಈ ಕೇರಳ ಸರ್ಕಾರಕ್ಕೆ ಧಿಕ್ಕಾರ ಹೋಗ್ತೀವಿ. ಸೇಮ್ 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 ಆಗಬೇಕು. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. இல்ல ತುಂಬಾ கேரளா கவர்மெண்ட் படதே 2 மாசம் அதுக்கே இவ்வளவு ப்ராப்ளம் ஆயிட்டு இருக்குது. സാറിനെപ്പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. கவர்மெண்ட் சரியான முறையில அணுகல யாரையும். എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. கேரளாவுக்கு ஐயப்பட வரக்கூடாது, பார்க்க கூடாது அப்படின்ற ஒரு வெறியில எல்லாரும் இந்த கவர்மெண்ட் பண்ணுதுன்னு நாங்க நினைக்கிறோம். അവനെ അകത്താക്കേണ്ടതായിരുന്നു. മുതലാളിക്ക് ദേഷ്യം വരും. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? 1 லட்சத்துக்குள்ளதான் சொல்றாங்க. ஆனா இது வரைக்கும் இதை விட அதிகமாக கூட்டம் வரும்போது கூட இந்த அளவுக்கு நாங்க அனுபவிச்சதே கிடையாது. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യും? ഇയാളെ കൊണ്ട് വലിയ ശല്യമില്ല. இத்தனை கிலோமீட்டர் இன்னைக்கு இரண்டே போல் கேட்டா எங்களுக்கு தெரியாது. மேலெடுத்த ஆர்டர் சூப்பரண்ட் வந்து சொன்னாதான் நான் விடுவோம். அது வரைக்கும் நீங்க எப்படியா தான் கடக்கணும். ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയി. கவர்மெண்ட் என்ன பண்றாங்கன்னு தெரியல. ஒரு டீ கடை கிடையாது, ஒரு எந்த ஹோட்டலும் கிடையாது. എപ്പോ നിനക്ക് ഈ ഒരേ വിചാരേ ഉള്ളൂ. എപ്പോ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യം ഉള്ളൂ. എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര ആളുണ്ടാവും ചോദിക്കാൻ. இந்த கவர்மெண்ட் இந்த கோர்ட்டு ஏதாவது ஒரு நடவடிக்கை எடுத்தாதான் பக்தர்கள் அனைவரும் ஒரு உரிமையாக சாமி கும்பிட்டு நிம்மதியாக போய் சேரும்னு நினைக்கிறேன். ഞാനങ്ങനെ അവസാനിപ്പിക്കും. നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.